ഞങ്ങൾ പാക്കിംഗ് ആണ്. ഇന്നെന്ന് പറയുന്നത് എനിക്ക് സോ എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ വെരി എക്സൈറ്റിംഗ് ആണ്. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഫ്രൈഡേ ആണ്, ആദ്യ വെള്ളിയാണ് ഇന്ന്. സോ ഇന്ന് ഞാൻ ഇന്ന് ദുബായ്, ഇന്നല്ല ട്യൂസ്ഡേ ദുബായ് പോവാണ്. അപ്പോൾ ഇനി അധികം ദിവസമൊന്നുമില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ ആണ്. അപ്പം 4ാമത്തെ ദിവസമാണ് ഞാൻ പോകുന്നത്. എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. സോ ഞാനിന്ന് പാക്കിംഗ് ആണ്. സോ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഞാൻ ഫുള്ളും എൻ്റെ മറ്റേ വീട്ടിൽ ഇടുന്ന കുറച്ച് കാര്യങ്ങൾ കുറച്ച് മേടിച്ചിട്ടൊക്കെ ഉണ്ട്. പിന്നെ എനിക്കെന്ന് പറയുന്നത് എനിക്ക് 2 ഷൂസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് പോയി. ട്രിവാൻഡ്രത്ത് നിന്ന് ഞങ്ങളുടെ ഒരു കസിനുണ്ട്. ആ കസിനും ഫാമിലിയും വരുന്നുണ്ട്. പിന്നെ ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും കൂടി ആണ് പോകുന്നത് ദുബായിൽ. അപ്പം ഇവിടെ നിന്ന് ഞങ്ങൾ എൻ്റെ പപ്പയും ഞാനും ചാച്ചനും കൂടി ഞങ്ങൾ ട്രിവാൻഡ്രത്ത് പോകും. ട്രെയിനിൽ നിന്ന് ട്രിവാൻഡ്രത്ത് പോയി പിന്നെ തിരിച്ച് വരുമ്പോൾ പപ്പ തിരിച്ച് വരും. അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ സ്റ്റേയിങ് ആണ്. പിന്നെ സ്റ്റേയിങ് ഒന്നുമില്ല, കുറച്ച് സമയം അവിടെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറി. പിന്നെ ഞങ്ങൾ ഫ്ലൈറ്റിൽ നിന്ന് ചെന്നൈയിലോട്ട് പോയി. ചെന്നൈയിൽ നിന്നും ഞങ്ങളുടെ ഒരു കസിനുണ്ട്. അന്നേരം കുറച്ച് സമയം ഞങ്ങളവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഞങ്ങൾ നേരെ ദുബായിൽ ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യമായിട്ടാണ്, ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സോ ഞാനിവിടെ ഭയങ്കര ഒരുക്കത്തിലാണ്. എൻ്റെ ഷോർട്ട്സും പാൻസും അവിടെ ദുബായിൽ UAE ഭയങ്കര ചൂടാണ്. അതുകൊണ്ട് ഞാൻ ഷോർട്ട്സും അതുപോലത്തെ കാര്യങ്ങളാണ് വീട്ടിൽ ഇടുമ്പോൾ ഞാൻ ഷോർട്ട്സാണ് ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം ചാച്ചന് അധികമൊന്നും വേണ്ട, ചാച്ചന് മൺഡേ പാക്ക് ചെയ്താൽ മതി. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. സോ അതിൻ്റെ കൂടെ ഞാൻ പറയുന്ന പോലെ എനിക്ക് ഈ ഒരു പൗച്ചുണ്ട്. ഈ പൗച്ചിൻ്റെ അകത്ത് ഷാർപ്പ് ഐറ്റം എന്ന് പറയുമ്പം ഞാൻ ഉദ്ദേശിച്ചത് ഷാർപ്പ് ഐറ്റം എന്ന് വെച്ചാൽ ഈ നമ്മുടെ ഈ ബോയിൻ്റെ ഒരു സെക്ഷനിൽ ഞാൻ ഉദ്ദേശിച്ച ഈ ക്ലിപ്പിൻ്റെ അവിടെ ഇതുപോലത്തെ ക്ലിപ്പൊക്കെ ഉണ്ട്. അതും ഷാർപ്പായതുകൊണ്ട് ഞാൻ മറ്റേ ഇത് മറ്റേ ലഗേജിലോട്ട് ഞാൻ വിടുകയാണ്. അതുകൊണ്ട് എനിക്ക് അതുകൊണ്ട് ചാച്ചൻ്റെ ഞങ്ങൾ ഫ്ലൈറ്റിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ചാച്ചൻ്റെ അകത്ത് ഇത് ചിലപ്പോൾ ദുബായിലോട്ട് പോവായിരിക്കും. ഇത് അങ്ങ് നേരെ ലഗേജ് ദുബായിലോട്ടായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ ചെന്നൈയിലിടാനുള്ള ഡ്രസ്സ് ഒരെണ്ണം മതി. ഡ്രസ്സ് എടുത്ത് വച്ചിട്ട് എന്താ പറയുക, പിടിയും കിട്ടുന്നില്ല. സോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഞങ്ങൾ കുറേ മേടിച്ചിട്ടുണ്ട്. എടത്തുവായിൽ നിന്ന് ഞങ്ങൾ കുറേ സാധനങ്ങൾ മേടിച്ചു. പിന്നെ എനിക്ക് സ്റ്റിക്കേഴ്സ് മേടിച്ചു. എനിക്ക് വെച്ചാൽ എൻ്റെ കമ്പ്യൂട്ടറാണെന്ന ഒരു ഉദ്ദേശത്തിൽ അതെ ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ് ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര എന്താ പറയുക, ഇതെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിടാനും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ കാണിച്ചു തരാം. അതാണ്, അങ്ങനെ ഇടാനൊക്കെയാണ് ഞാനിത് മേടിച്ച. കുറേ കാര്യങ്ങളുണ്ട്. ഇതുണ്ട്, ഇതിൻ്റെ ഒരു സെറ്റ് മേടിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. എനിക്ക് കാണിച്ചു തരുമ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ഫുള്ളായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ബോയ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഞാൻ ദുബായ് പോയിട്ടേ ഇടുന്നുള്ളൂ. കാരണം ഇതൊക്കെ സ്റ്റൈലിഷാണ്. അതുകൊണ്ട് സ്റ്റൈലിഷ് നമ്മൾ UAE ഇടുന്നുള്ളൂ. സോ അവിടെ ഞങ്ങളുടെ കസിനുണ്ട്. കസിൻ എന്ന് പറയുന്നത് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അനിയത്തിയുണ്ട്. അനിയത്തിയെ കൊണ്ട് അനിയത്തിയാണ് കുറേ ദിവസം കൊണ്ട് പറയുകയാണ് ഇവിടോട്ട് വാ ഞങ്ങൾ ഭയങ്കര കാത്തു നിൽക്കുകയാണ്. അപ്പോൾ ഒരു കാത്തു നിന്ന ഡ്രീമാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ വായിക്കാത്തൊന്നും വരുന്നില്ല. എന്താ
അപ്പോൾ ഇത് ഞാൻ മേടിച്ചതാണ്. ഇതിൻ്റെ അകത്ത് ബോയ്സിൻ്റെ ഇതുണ്ടെങ്കിലും ഗേൾസും ബോയ്സും ഒരുപോലെയാണ്. അപ്പം എനിക്ക് അന്ന് വീഡിയോ കിട്ടുന്നില്ല. എന്താ പറയുക, എനിക്ക് ഭയങ്കര ഈ ഔട്ട് ഓഫ് കൺട്രിയിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഔട്ട് ഓഫ് കൺട്രി പോയിട്ടേ ഇല്ല. അതുകൊണ്ടുള്ള സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. അപ്പം ഈ വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര എക്സൈറ്റുള്ള വീഡിയോ ആണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും ഞാൻ ഔട്ട് ഓഫ് കൺട്രി പോയില്ല. എൻ്റെ പപ്പയുടെ പാസ്പോർട്ടിൽ ഒരു വിസ കിടപ്പുണ്ട്. സ്വിറ്റ്സർലാൻഡിലേക്കായിരുന്നു, പക്ഷേ അത് ക്യാൻസലായി. എന്ന് വെച്ചാൽ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുപോകാത്തതുകൊണ്ടായിരുന്നു. സോ ബാങ്കിൽ നിന്ന് പോകുമായിരുന്നു. അതുകൊണ്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് ഇനി 2033 വരെ എക്സ്പയറി ഡേറ്റ് ആണ്. അയ്യോ, എനിക്കൊന്നും പറയാൻ കിട്ടുന്നില്ല. സോ ഇത്രയുള്ള വീഡിയോ. പാക്കിംഗ് ആണെങ്കിൽ കുറേ വീഡിയോ എടുക്കും, കാരണം കുറേ ലഗേജ് ഒക്കെ ഉണ്ട്, കുറേ സാധനങ്ങൾ അടുക്കി വെക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഈ ഷൂസാണോ ഇഷ്ടപ്പെട്ടത്? എനിക്ക് ചേരുന്നുണ്ട്. ഈ ഷൂസാണോ ഇഷ്ടപ്പെട്ടത് അതോ ഈ ഷൂസാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ബോക്സിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബ്. ഇന്നത്തെ വീഡിയോ ഇനി ദുബായിലെ വീഡിയോ ഇടുന്നുണ്ടേ, അന്നേരം ഞാൻ പറയുന്നതായിരിക്കും ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പം ദുബായി വെച്ച് നമ്മൾ ഉടൻ വീഡിയോ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ ഒക്കെ കുറച്ച് കുറഞ്ഞു, കാരണം ഞങ്ങൾ ഭയങ്കര ബിസിയാണ്. എനിക്ക് പാസ്പോർട്ട് എടുക്കണം, പാസ്പോർട്ടിൽ നിന്ന് വിസ എടുക്കണം, വിസ പിന്നെ ഇന്ന് അഡ്വക്കേറ്റിനെ കാണാൻ പോയി. അപ്പം ഇത്രയുള്ള വീഡിയോ. അപ്പം ഇനിയും വീഡിയോ വരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്താ അഭിപ്രായമെന്ന്